പക്ഷെ നല്ലൊരു എൻജോയ് ചെയ്തില്ലേ? യു ഡിഡ് ഇറ്റ് അല്ലേ? ഒരു ആക്ട്രസ് ആണെന്നുള്ള വിചാരമില്ല, അതിനകത്തേക്ക് ചെല്ലുന്നു, മമ്മൂക്കായെ ഫസ്റ്റ് ടൈം കാണുന്നു. ആസ് എ കോളേജ് ഗേൾ നമ്മളെല്ലാരും മമ്മൂക്കായനെ ഈ പറഞ്ഞ പോലെ ആസ് എ സ്റ്റാർ, അയ്യോ ആ ഒരു എക്സ്പീരിയൻസ് അയ്യോ എന്റെ എക്സ്പീരിയൻസ് ചെറുതായിരുന്നില്ല ആ സമയത്ത്. ഐ വാസ് ഇൻ 10th അല്ല 12th കഴിഞ്ഞു ആ സമയത്ത്. ഐ വാസ് ടു യങ്. ഇങ്ങനെ വിറയ്ക്കുന്ന സമയമല്ലേ നമുക്ക് മമ്മൂക്കെ കാണുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമില്ല. അത് മമ്മൂക്കയും ശോഭന ചേച്ചി വേറെ ആരുമല്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ എന്നാ പറയുന്ന എൻ്റെ കോൺഫിഡൻസ് വാസ് ശ്രീനിയേട്ടനും കമൽ സാർ, നത്തിങ് മോർ ദാൻ ദാറ്റ്. കാര്യം അവർ തന്ന ഒരു ഫ്രീഡം അതൊക്കെ നമുക്ക് ശരിക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പക്ഷെ മമ്മൂക്ക എന്നുള്ളൊരു പേടിയുടെ പുറത്ത് നമ്മൾ അഭിനയിക്കുകയല്ല. പിന്നെ മമ്മൂക്ക വന്നപ്പോഴത്തേനും പുള്ളി ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അതായത് മമ്മൂക്ക ഒരു സ്റ്റാർഡം ആ ഒരു അപ്രോച്ച് അല്ലായിരുന്നല്ലോ നമ്മൾ. വെരി കംഫർട്ടബിൾ. ആ സിനിമയില് ചേച്ചിയുടെ ചിച്ച ചിച്ച സോങ് ഇല്ലേ, അപ്പം ഞാൻ അന്ന് നമ്മൾ ഒബ്വിയസ്ലി സ്കൂളിൽ പോകുന്ന ടൈം അപ്പോൾ ഈ പാട്ട് കണ്ടിട്ട് എൻ്റെ എല്ലാ കളർ കൂടെ നിവർത്തി ഞാൻ ഡാൻസ് കളിക്കായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെപ്പോൾ ചിത്രഗീതത്തിൽ വന്നാലും ഞാനത് കാണാൻ വേണ്ടി വന്നിരിക്കും. എനിക്ക് അതുപോലെ മുടി വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ മറ്റേ ബോബൊക്കെ പോലെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചേച്ചി പണ്ട് ഭയങ്കര ഒരു സ്റ്റൈൽ ഐക്കണായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ഐ എൻജോയ്ഡ് അല്ലേ, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ പറഞ്ഞത് ഭയങ്കര മറ്റേ സിനിമ മുകേഷിനോട് മറ്റേ ആണായിട്ടുള്ള പടത്തിൽ അതെനിക്ക് അമ്മയാണ് സത്യം. ഐ ലവ് ദാറ്റ് ഫിലിം. അതിൻ്റെ അകത്ത് ആ കിണറ്റിൻകരയിൽ വന്നൊരു പെണ്ണിനെ ലൈൻ അടിക്കുന്ന ചെറുക്കനോടാ ഇഷ്ടം തോന്നിയത്, എന്നോടല്ല. ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട് ചെറുപ്പത്തിൽ അതൊക്കെ. അതെങ്ങനെയാണ് ആ പരിപാടി അങ്ങനെ ചെയ്യണത്? അത് ശരിക്കും ഈ പറഞ്ഞ പോലെ മേനോൻ അങ്കിളുടെ ക്രെഡിറ്റ് കേട്ടോ. അത് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ആമ്പിള്ളേർ പ്രേമിക്കുന്നതും അവരെങ്ങനെ ലുക്സ് മുണ്ട് മടക്കി കുത്തും ഇതൊക്കെ പഠിച്ചോളാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാം ഞാൻ പറയില്ല, ഒരു ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് ഇസ് ഓൾവേസ് ഗോസ് ടു ഡയറക്ടർ. അദ്ദേഹം എങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ മോൾഡപ്പ് ചെയ്യോ അതാണ് ഒരു ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് അല്ലേ. ശരിക്കും ഒരു അവാർഡ് കിട്ടുന്നത് പോലും ഒരു ഡയറക്ടറിന്റെ കയ്യിലാണ്. ശരിക്കും ജുവൽ ആ ഫിലിമിലേക്ക് വന്നപ്പോൾ ആ ക്യാരക്ടർ വാസ് ടു ഹെവി അല്ലേ. ഭയങ്കര മെച്ചോർഡ് ക്യാരക്ടർ അല്ലായിരുന്നു മമ്മൂക്കയുടെ വൈഫിന്റെ ക്യാരക്ടർ. ചിന്തിക്കാനുള്ള പ്രായമായിട്ടില്ല എന്നോട് എന്ത് പറഞ്ഞു ഞാനത് ചെയ്തു. ബട്ട് ഐ ഡിഡ് സം വർക്ക്. അത് ഞാൻ തന്നെ ചിന്തിച്ചുണ്ടാക്കിയതാണ്. പക്ഷെ അതാണ് മെത്തേഡ് ആക്ടിങ്ങിന്റെ പരിപാടി എന്നൊന്നും എനിക്കറിയില്ല. ഐ ഡിഡ് സം ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ചാലക്കുടിയിൽ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ട്. അത് ഭയങ്കര പഴയ ഒരു വീടാണ്, ഓടൊക്കെ ഇട്ടിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്തേമാരി സിനിമയിൽ കാണുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അവിടുത്തെ ആൻറ്റി, അല്ലി എന്നാണ് ആൻറ്റിയുടെ പേര്, പുള്ളിക്കാരത്തി ഗൾഫുകാരൻ്റെ വൈഫാണ്. ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ട് ഞാൻ അവരുടെ സാരിയൊക്കെ എടുത്തു കൊടുത്ത് ഞാനൊരു 1 വീക്ക് അവിടെ കിടന്ന് കറങ്ങി അമ്മിയിലരക്കലും അവർ ചെയ്യണ അതൊക്കെ ചെയ്തു. ആക്ച്വലി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അന്നേ ഡീഫോ ഡാൻസ് ചെയ്യുന്നതുകൊണ്ട് ഐ വാസ് ക്വൈറ്റ് ഫേമസ്. പക്ഷേ ഞാൻ അല്ലേൻ്റെ അടുത്ത് പറഞ്ഞു ഡോണ്ട് ടെൽ എനിവൺ, ആരോടും പറയരുത്. അപ്പോൾ നാട്ടുകാരൊക്കെ നോക്കും ഇത് ഏതാണ് ഈ പെണ്ണ് സാരി എടുത്ത് മുറ്റോടിക്കുന്നു, തുണി വിരിച്ചിടുന്നു, എന്തൊക്കെയോ പരിപാടി. ഞാനെല്ലാം ചെയ്യും. ഞാൻ രാവിലെ എഴുന്നേക്കുന്നു, ഒരു ഗൾഫുകാരന്റെ ഭാര്യയെ പോലെ ജീവിക്കുന്നു. എന്നിട്ട് രാത്രി ഇനി പുള്ളിക്ക് ലെറ്റർ എഴുതിട്ട് അപ്പൊ എന്റെ മൈൻഡും ബോഡിയൊക്കെ അതിലേക്ക് ആയി. അത് അങ്ങനെ ഒരു ഐഡിയ എനിക്ക് തോന്നിയതാണ്. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു അത് ശരിക്കും മെത്തേഡിൽ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ആ ഒരു ട്രാക്കിലേക്ക് വരാൻ. അന്നൊന്നും എനിക്ക് ഒരു എഡ്യൂക്കേഷനും ഇല്ല ഈ ആക്ടിങ്ങിനെ പറ്റി. എങ്ങനെയെങ്കിലും പരിപാടി പിടിക്കണം എന്നുള്ള രീതിയിൽ ആ സമയത്ത് ശരിക്കും നമുക്ക് ഫിലിമിലേക്ക് ചാൻസ് വന്നപ്പോഴേ ജുവലിന്റെ മനസ്സിലെന്തായിരുന്നു? ആസ് ആൻ ആക്ട്രസ് ആണോ അതോ ഒരു സെലിബ്രിറ്റി ആണോ? ഒരു സാധനമില്ല. അത് നമുക്ക് ഇങ്ങനെ ആസ് എ കോളേജ് ഗേൾ നമ്മളിപ്പോ ഫിലിമിൽ അഭിനയിക്കുന്നു, ഞാൻ കോളേജ് കഴിഞ്ഞു വേൾഡ് അങ്ങനെയൊക്കെ ചിന്തിച്ചു. ചേച്ചി എനിക്ക് അങ്ങനത്തെ ഒരു, അതായത് എന്തിന്റെങ്കിലും ഒരു ഐ ഡോണ്ട് ഇവാലുവേറ്റ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. ഞാൻ അതിലേക്ക് അങ്ങ് ഇറങ്ങുന്നു, അത് ചെയ്യുന്നു, അത് കഴിയുന്നു, ദാറ്റ്സ് ഓവർ, അത്രേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഓക്കെ, അത് നമ്മുടെ പെർസ്പെക്റ്റീവ്. പക്ഷെ നാട്ടുകാർ നോക്കുമ്പോഴത്തേക്ക് അല്ലേ, അപ്പൊ അവരുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോഴത്തേക്ക് ഓഫ്കോഴ്സ് യു ആർ ആൻ ആക്ട്രസ്, ആ ഒരു സെലിബ്രിറ്റി ആണ്, ഫെയിം ആണ്, ഗുഡ് ലുക്കിംഗ് ഗേൾ. അപ്പൊ അതൊക്കെ എങ്ങനെയാ അത് കണ്ടത്? അപ്പോ അതിന് മുന്നേ ഡീഫോ ഡാൻസിന്റെ സമയത്ത് എനിക്കിത് ഉണ്ട്. ഞാൻ ഓൾറെഡി ഐ വാസ് ലൈക്ക് എവറിബഡീസ് ഫാമിലി ഗേൾ ആയിരുന്നു. ഗേൾ നെക്സ്റ്റ് ഡോർ പരിപാടിയായിരുന്നു.